മനസ്സിനൊക്കെ ഇപ്പൊ ഒരു ഇത്തിരി പാകതയായി, വേണ്ടാത്ത ഒരു അപാകതയാ അത്. പാകത വന്നു തുടങ്ങി. പക്വത ആവശ്യമുണ്ടോ അത്? ബോച്ചെ മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ പോയില്ലേ? എല്ലാം പോയി. നമ്മള് എന്നും ലൈവ് അല്ലേ, ഒരു മാറ്റവും ഇല്ല. നിങ്ങളിങ്ങനെ യവനായിട്ടിരിക്കുന്ന പോലെ ഞാൻ എന്നും അല്ലേ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര കാലം മുമ്പുള്ള പരിചയം, എത്ര 25 വർഷം കുവൈറ്റ്. അന്നും ഈ ചട്ടയുണ്ട് കയ്യില്. ഉണ്ട് ഒരുപാട് വർഷം. എനിക്കൊന്ന് സിൽവർ ജൂബിലി ആഘോഷിച്ച ചട്ടയത്. പക്ഷെ ഇത് 6 കളി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത്ര അത്യാവശ്യം കഴിവാതെ കൊണ്ട് കിടക്കുന്നു അല്ലേ? കഴിയെ തന്നെ കൊണ്ട് കിടക്കുന്നു. അതൊക്കെ പറ, ആരും കേൾക്കില്ല. അപ്പൊ LED നോക്കിക്കോളൂ. ഒരു ബോച്ചയുടെ മനോഹരമായ ഒരു പടം കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതാണ് മനോഹരം. ഇതാണ്, കണ്ടില്ലേ? ചട്ട ഇല്ലാതെ ഒരു പടം കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം കാണുമല്ലോ. ഇതിലും പടച്ചട്ട ഉണ്ടല്ലോ. ഉണ്ടോ? ചട്ടയില്ലാത്ത. ഓക്കെ, ചട്ടയല്ലാന്ന് മനസ്സിലായില്ലേ? ചട്ടയാണ്. അതിലെല്ലാം ഉണ്ട്. ശ്രീകൃഷ്ണൻ ലുക്ക് ഇല്ലേ? മഹാബലിയായത് അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാണ്. ടെസ്റ്റ് അടിച്ചതല്ലേ? ലുക്ക് കൃഷ്ണന്റെ അല്ലേന്ന് ചോദിച്ചാണ്. അല്ലെ, പക്ഷേ ഇത് എറണാകുളം അതിമനോഹരമായിരിക്കുന്നു. എങ്ങനെ സംഭവം സംഘടിപ്പിച്ചെടുത്താ ഞാൻ വെറുതെ മോഹിപ്പിക്കല്ലേ? അല്ല, ഈ ബോച്ചയ്ക്ക് കുറെ പണി അറിയാന്ന് എനിക്കറിയാം. പണിയുടെ പണി കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞപ്പോ വലിയ അർത്ഥങ്ങളാ. അതായത് ഈ സ്വർണ്ണക്കട കൂടാതെ കുറെ പണികൾ കയ്യിലുണ്ട്. ബോച്ചെ ഒരു ചെത്തുകാരനാവാൻ തീരുമാനിച്ചു. ഒരു ചെത്തുകാരന്റെ വേഷത്തിൽ ഇറങ്ങി ഡാൻസ് കളിച്ചു. ചെത്തുകാരന്റെ വേഷത്തിൽ. എവിടെയായിരുന്നു അത്? ബോച്ചെ ടോഡി പബ്, വൈപ്പില്ലേ? ഉണ്ടായിരുന്നു. അത് അടിപൊളിയാണ്. കള്ളൂടിയായിരുന്നു. അവിടെ ടോഡി പബ്ബാണ്. അതെന്താന്ന് വെച്ചാല് ഒരു ഡാൻസ് ഒക്കെ കളിച്ചതല്ല, കള്ളി ഷോപ്പായിരുന്നു. കള്ളി ഷോപ്പാണ്. ഡാൻസ് ഒക്കെ കളിച്ചു. ബോച്ചയ്ക്ക് എനിക്ക് നാനാവിധമായ കച്ചവടങ്ങളാണ് താല്പര്യം. വെറൈറ്റി. ഈ ചെത്താന്നുള്ള തൃശ്ശൂര് നമ്മള് ചെത്ത് പയ്യൻ. ആ ചെത്തൊരു വീക്ക്നെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് കയറി ചെത്തണം എന്നുള്ളതാണ്. അല്ല, ബോച്ചെ പനങ്ങളിലോ തെങ്ങുകളിലോ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടോ ഇതിന്റെ മണ്ടയിൽ? പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പറയാൻ മറന്നുപോയതാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ രാത്രി ഈ ചെറിയ ചെറിയ കളവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ചെത്താൻ വെച്ച ഇതുണ്ടല്ലോ, അവിടെ കേറും. അപ്പൊ എല്ലാവർക്കും കേറാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവിടുന്ന് ട്യൂബ് ഇട്ടിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. താഴെ ഇരുന്നിട്ട് ഇങ്ങനെ മാറി മാറി ഓരോരുത്തര് ഒരു റേഷൻ പോലെയാണ്. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായി? 9ാം ക്ലാസ്. 9ാം ക്ലാസ് ഒരു വല്ലാത്തൊരു സമയമാണ്. എല്ലാത്തിനും വല്ലാത്തൊരു. നശിക്കാൻ അതുപോലെ പറ്റിയ ക്ലാസ് ഇല്ല അല്ലേ? നശിക്കാനാണോന്ന് അറിയില്ല, നന്നാവാനാണോന്ന് അറിയില്ല. അല്ല, ഇത് സ്കൂളിലെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ഒന്നും പിടിച്ചിട്ടില്ലേ? ഇത് പിടിച്ചിട്ടില്ല. പ്രിൻസിപ്പൽ ആരായിരുന്നു? സരോജിനി മേഡം ആയിരുന്നു. സരോജിനി മേഡത്തിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്നോട് അസൂയ എല്ലാവർക്കും. കാരണം ഞാൻ എല്ലാ ദിവസം ക്ലാസ്സിൽ വരില്ല, പക്ഷെ അവർക്ക് എപ്പോഴും വരണല്ലോ. ശമ്പളം കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും വരില്ല, അതുകൊണ്ട് അസൂയ. പിന്നെ ഞാൻ കാറിൽ വരുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ അപ്പൊ പരീക്ഷ എഴുതാന്നോർത്ത് അറ്റൻഡൻസ് ഒക്കെ വേണമല്ലോ. അപ്പൊ അവര് പറഞ്ഞ ആവശ്യത്തിൽ കൂടുതൽ അറിവുണ്ട്, അതുകൊണ്ട് മതി പഠിച്ചത് എന്ന് പറഞ്ഞു. വീട്ടിൽ അത്യാവശ്യത്തിൽ കൂടുതൽ കാർ ഉണ്ടായിരുന്നു അന്ന്? കാറുണ്ട്. ആദ്യം അന്ന് ഒരു അംബാസഡർ കാറാണ്. സ്കൂളിൽ കാറിൽ പോവാ അല്ലേ? അങ്ങനെയല്ല, അത് നമ്മുടെ ശല്യം കൊണ്ട് തരണതാണ്. ഞാൻ അടുത്ത് പോരുകയാണ്. കേരളത്തിൽ ചട്ടയും മുണ്ടുമായിട്ട് നടക്കുന്ന ഏക പുരുഷൻ ബോച്ചെ മാത്രമേ. അതായിരിക്കും ലോകത്തെ ചിലപ്പോൾ ഇതായിരിക്കും. അതെ. ഇതിന്റെ ഗുണം ദോഷമൊക്കെ ഉണ്ട്. ദോഷം ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. കൽക്കട്ടയിൽ പോയപ്പോ ഞാൻ റോൾസ് റോയ്സ് വാങ്ങാൻ, സെക്കൻഡ് ഹാൻഡ്, ഇപ്പോഴത്തെ അല്ല, സെക്കൻഡ് ഹാൻഡ് ആദ്യത്തെ, അതെനിക്ക് തോന്നുന്നു ഒരു 20-15 വർഷം. അന്ന് കേരളത്തിൽ റോൾസ് റോയ്സ് ഇല്ല. ഫസ്റ്റ് ആ സമയത്ത് 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത് വാങ്ങാൻ പോയപ്പോ അവിടുത്തെ ആ മുതലാളിനെ കാണാൻ ഈവനിങ്ങിലെ കാണാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് കുറെ നേരമുണ്ട്. അപ്പൊ ഞാനൊരു ബാറിൽ കയറിയിട്ട് ഒരു ബീർ അടിക്കാന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നു ഓർഡർ ചെയ്ത് കുറച്ച് സമയം കളയണം. ഓർഡർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ബില്ല് കൊടുന്ന് വെച്ചു. പൈസ അതേതോ എന്നാണ് ബില്ല് അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയായിരിക്കും, പൈസ ആദ്യം കൊടുക്കണം. അടുത്ത ആളോട് ചോദിച്ചപ്പോ അല്ല, പൈസ ലാസ്റ്റാ കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അവരെ വിളിച്ചു. അപ്പൊ ഈ കൂടെയുള്ളവരൊക്കെ കൂടി, കള്ളുടിയന്മാരൊക്കെ എപ്പോഴും ഒരു ഐക്യം ഉണ്ടല്ലോ. അവര് ചൂടാവാൻ തുടങ്ങി. എന്തിനാ ബില്ല് ചോദിച്ചാൽ കാരണം കൊടുക്കാതെ? ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട, അതേ പൈസ പിടിച്ച് ആദ്യമേ കൊടുത്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഈ റിക്ഷ ഉണ്ടല്ലോ, 3 റിക്ഷ വലിച്ച് നടക്കണവരൊക്കെ ഈ വെള്ളം ഇതുപോലത്തെ. അപ്പൊ ഇത് അടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോവും എന്ന് വിചാരിച്ചിട്ടാണ് ബില്ല് ആദ്യം തന്നത്. നമ്മുടെ ലുക്കിലേക്ക് അതാണ്. ഓക്കെ, അത് ശരിക്കും ഉണ്ടായതാണ്. താങ്കൾ ഈ ചിലപ്പം ഇഷ്ടം തോന്നിയാലേ ചില സംഭവങ്ങളൊക്കെ, ചില സിനിമയായാലും വെബ് സീരീസ് ആയാലും ചിലത് കാണാനിരുന്നാലേ 10-18 മണിക്കൂർ അങ്ങ് ഇരുന്നങ്ങ് കാണുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ രാത്രി പോകുന്നൊന്നും താങ്കൾക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ചിലപ്പോ അങ്ങനെ കൊള്ളാമല്ലോ. കോവിഡ് കാലത്ത് ഞാൻ ഓർക്കുകയാണ്, തൃശ്ശൂർ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് എന്റെ ഓർമ്മ. തൃശ്ശൂർ നമുക്കുണ്ടാ സാധനം അല്ലേ? കോർപ്പറേറ്റ് ഓഫീസ് എല്ലാ സാധനവും കയ്യിലുണ്ട്, ഒന്നിനൊരു കുറവില്ല. അപ്പോ
അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അന്ന് ഈ കോവിഡ് ടൈം ആണല്ലോ, ഞങ്ങൾക്ക് മുകളില് വലിയൊരു ഇതുണ്ട്, തിയേറ്റർ ഉണ്ട്, 100-300 പേർക്ക് ഇരിക്കാവുന്ന. ഇത് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന? ഇത് മൾട്ടിപർപ്പസ് ഡിസ്കഷൻസ്, മീറ്റിംഗ്സ്, ഒരു മൾട്ടി പർപ്പസ് ആണ്. ഇത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം നല്ലൊരു സാധനമാണ്. അപ്പൊ അവിടെ ഒരു സിനിമ ഇട്ടിട്ട് മണി ഈസ്റ്റ് വെബ് സീരീസ് ആണ്. ഇരുന്നിട്ട് 24 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പിന് മൂത്രമൊക്കെ ഒഴിക്കാൻ പോവായിരുന്നു, ഒരൊറ്റ ഇരിപ്പിന് ഇരുന്ന് കണ്ടതാണ് ഞാൻ.